നൂല് വാരി എൻ്റെ വണ്ടിക്കുള്ളിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എപ്പോൾ വണ്ടി ഓടിച്ചാലും കൊന്ത ചൊല്ലി വണ്ടി ഓടിക്കുക. അത് അബുദാബിയിലാണെങ്കിലും അതെ, എവിടെയാണെങ്കിലും അതെ. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി പോന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മാതാവ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ സാധാരണ എന്തെങ്കിലും ജോലി വീട്ടിൽ ചെയ്യുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമ്പോൾ യൂട്യൂബിൽ ധ്യാനങ്ങൾ കേൾക്കും, ജോസഫച്ചൻ്റെ അല്ലെങ്കിൽ ഡാനിയൽ ഫാദറിൻ്റെ ഒക്കെ. അപ്പോൾ എനിക്ക് മാതാവിനെ കാണത്തില്ല, കാരണം ഞാൻ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ ഈ മാതാവ് വന്നപ്പോൾ എനിക്ക് തോന്നി, അയ്യോ എന്താ ഇങ്ങനെ തോന്നുന്നതെന്ന്. ശരിക്കും എൻ്റെ മുമ്പിൽ ഞാൻ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തോന്നലായിരിക്കും. എന്നിട്ട് ഞാൻ കൊന്ത ചൊല്ലി പിന്നെ ഡ്രൈവ് ചെയ്ത് പോരും. 35 കിലോമീറ്റേഴ്സ് ഉണ്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോകാനായിട്ട്. ഞാൻ അവിടെ പോകുന്ന വഴിക്ക് രണ്ടാമത് വീണ്ടും ഇതേ മാതാവ് എൻ്റെ മുമ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഉറക്കം വരുന്നുണ്ടോ, ഞാൻ എന്തായാലും കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ കോക്കനട്ട് വിൽക്കുന്ന ഒരു ഇത് കണ്ടു. അവിടെ നിർത്തി ഞാൻ കോക്കനട്ട് മേടിച്ച് കുടിച്ച് വീണ്ടും ഞാൻ കൊന്ത ചൊല്ലി പോകുമ്പോൾ മാതാവ് വീണ്ടും മുമ്പിൽ വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് അതിശയായി. ഞാൻ എന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോള് വന്ന് ബെല്ലടിച്ച് വിളിച്ചപ്പോൾ സംസാരിച്ചെത്തിയത് കൃപാസന മാതാവിൽ. അപ്പോൾ എനിക്ക് വീണ്ടും അവിടെ ഒരു അതിശയായി. അത് കഴിഞ്ഞ് ഞാൻ അന്ന് ഡോക്ടറില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ചപ്പം അവർ പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിൻ്റെ കാര്യം പറഞ്ഞു അവർ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ 2 ആഴ്ചയായിട്ട് പോകാനിരിക്കുവാണ്, ആൻറ്റിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കിനി വേറൊരു മീറ്റിംഗ് കൂടെ ഉണ്ട് 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഡോക്ടർ വരും അബുദാബിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കൈക്ക് ചെറിയ കോവിഡ് കഴിഞ്ഞപ്പോൾ ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഞാൻ തീരുമാനമായിട്ട് ബുക്ക് ചെയ്തേക്കുക. അപ്പോൾ അത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണ് ജനുവരി 13th. ഞാൻ അവിടുന്ന് പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ അവരുടെ കൂടെ ഇവിടെ കൃപാസനത്തിൽ 14th ഏർലി മോർണിംഗിൽ ഇവിടെ എത്തി. അത് ജനുവരി 14-ാം തീയതി ഞാൻ ഓടി വന്ന് ഇവിടെ മാസം നടക്കുമായിരുന്നു. അപ്പോൾ വന്ന് ഞാൻ നോക്കുമ്പോൾ ഇതേ മാതാവ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇതേ മാതാവ് എനിക്ക് വണ്ടിയിൽ വന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ പിന്നെ ഉടമ്പടി എടുത്ത് അന്ന് രാത്രിക്ക് ഞാൻ വീട്ടിലെത്തുമ്പോൾ 1 മണിയായപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല, കാരണം എനിക്ക് വെട്ടേക വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പോരുന്നതിന് മുമ്പാട് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോകുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എന്താ പെട്ടെന്ന് ഒരു കൃപാസനം മാതാവ് തിരുമിക്കാനൊക്കെ പോയ ആൾ കൃപാസനത്തിലോട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ എന്നോട് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടർ പറയും. അപ്പോൾ ഞാനത് ഇവിടെ വന്ന് ഉടമ്പടിയിൽ എഴുതി. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ മോന് വിശ്വാസത്തിലോട്ട് വരണം എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അതുമല്ല ഉടമ്പടി എഴുതി ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഡോക്ടറിൻ്റെ പെങ്ങളുടെ മകൻ്റെ ഭാര്യ സൺഡേ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാതാവ് വന്ന അതേ സമയത്ത് ആ മോക്ക് ഇങ്ങനെ കാണുവാണ്, എന്നെയും ജോസഫച്ചനെയും കൃപാസന മാതാവിനെയും. ആ കുർബാന മുഴുവൻ ടൈമിൽ ഞങ്ങളെ 3 പേരും കാണുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഇങ്ങനെ ആൻറ്റി നാട്ടിൽ പോകുമ്പോൾ, ഞാൻ നാട്ടിലുള്ളതെന്ന് അവർക്ക് അറിയത്തില്ല, കാരണം ഞാനൊരു ഷോർട്ട് മീറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ ആൻറ്റി ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ കൃപാസന മാതാവിനെ പോയി കാണുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ പറഞ്ഞു, ഷാജി ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ, ഞാനിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ അവിടെ പോയെന്ന്. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം മീറ്റിങ്ങിന് ഞങ്ങൾ ഷൊർണൂർ വെച്ചായിരുന്നു മീറ്റിംഗ്. അന്നും അവിടെ ചെന്ന പിറ്റേ ദിവസം മുതൽ മാതാവ് ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. അത് ഡോക്ടർ പറയും സമയ ചുരുക്കം കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 20th തിരിച്ച് അബുദാബി പോയി. ഞാൻ എൻ്റെ മെഡിക്കൽ സെൻ്ററിൽ നിന്ന് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അത് ഇപ്പോൾ പറയുന്നത് സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ മാതാവ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പിൽ ഒരാളിരിക്കുന്നു, പുറയിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറയിലിരിക്കുന്ന ആൾ പറഞ്ഞു എനിക്ക് ഇറങ്ങണമെന്ന്. ഞാനപ്പം വേഗം വണ്ടി നിർത്തി. ഞാനിത് ആരെ ഇറങ്ങുന്ന തിരിഞ്ഞ് നോക്കുമ്പോൾ ടർക്കോയിസ് ബ്ലൂവിൽ ബ്രൈറ്റനിങ് ആയിട്ടുള്ള മദർ മേരി. ഞാൻ ഉടനെ പറഞ്ഞു, അയ്യോ ഇത് മാതാവായിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ അത് അത്ഭുതത്തോടെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ ഉറങ്ങി എണീറ്റു. പിന്നെ എൻ്റെ സംശയം, അപ്പോൾ മാതാവ് വന്നു. ഇനി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അത് ബിസിനസ് ആയിട്ടുള്ള കാര്യമാണ്, ഡോക്ടർ പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ വണ്ടിയിൽ മാതാവ് വന്നു, സഞ്ചരിക്കുന്ന മാതാവ് വന്നു. ഇനി കാര്യങ്ങളെല്ലാം റെഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്ത് എൻ്റെ വീട് വരെ വരാഞ്ഞേ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതാണ് മാതാവ് പറയുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കിടക്കുമ്പോൾ മാതാവുണ്ട് മുമ്പിൽ വന്ന് നിന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. ഞാൻ ചാടി എണീറ്റു. എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവ് വീട്ടിൽ വന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ മുകളിലാണ് കിടക്കുന്നത്. താഴെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന മാതാവ് 2 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു ഡോക്ടർ മാധവൻ വന്നപ്പോൾ എനിക്ക് ശക്തിയുള്ള മാതാവാണെന്ന് പറഞ്ഞ് ഈ കൃപാസനത്തിലെ മാതാവ് തന്നത്. എനിക്കറിയില്ലായിരുന്നു അത് കൃപാസനത്തിലെ മാതാവാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന അതേ മാതാവ് എൻ്റെ കിച്ചൻ്റെ ഡൈനിങ് ടേബിളിൽ നടുക്കുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നു ഈ മാതാവ് കൃപാസനത്തിലെ മാതാവാണ്. അങ്ങനെ അതൊരു അത്ഭുതം. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവിൻ്റെ കൂടെ മുമ്പിലിരുന്ന ആരാ? അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക, എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക, എൻ്റെ പുത്രൻ. അങ്ങനെ ഭയങ്കര എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ വന്നു. പിന്നെ ഇത് വന്നത് സ്വപ്നത്തിൽ ഒരു 14-ാം തീയതി കാണിക്കുകയാണ്. അതിനുശേഷമുള്ള എല്ലാ 14-ാം തീയതിയും ഓരോരോ അത്ഭുതങ്ങൾ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും. ഉടമ്പടിയിൽ വെക്കാത്ത ഒരു വലിയ അത്ഭുതം ഈ സെപ്റ്റംബർ 14-ാം തീയതി നടന്നു. ആ സെപ്റ്റംബർ 14-ാം തീയതി നടന്നിട്ട് ബാക്കിയുള്ള ഞാൻ ഡോക്ടർക്ക് കൊടുക്കാം സമയ ചുരുക്കം കൊണ്ട്. ഞാൻ സൺഡേ ആയിരുന്നു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം അബുദാബിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന വലിയ റോഡുകളായിരിക്കും. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഗിവേ കൂടെ പോവുകയാണ്. ഗിവേ ഇറങ്ങുമ്പോൾ വണ്ടി സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് റോഡിൽ തെറിച്ച് കിടക്കുന്നു. ഞാൻ വേഗം വണ്ടി ഹസാർഡിലിട്ടിട്ട് ഞാൻ ഓടിച്ചെന്നു. അയാൾ കടിയൊക്കെ അറസ്റ്റ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡെഡായിട്ട് കിടക്കുക. ഞാൻ വേഗം അവിടെ മുട്ടുകുത്തി നിന്ന് എൻ്റെ ഈശോയെ ടേക്ക് മൈ ലൈഫ്, കൃപാസന മാതാവേ ടേക്ക് മൈ ലൈഫ്, ഗീവ് ടു ഹിം എന്ന് പറഞ്ഞ് ഞാൻ കാർഡിയാക് മസാജ് കൊടുത്തു. 5 മാസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 6ാമത്തെ ചെയ്യുമ്പോൾ അയാളൊന്ന് തലയനക്കി. എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ ഇടപെട്ട് ജീവൻ കൊടുത്തു. അതൊരു ഭയങ്കര അത്ഭുതമായി പോയി. അത് കഴിഞ്ഞ ശേഷം
പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്നാലും ഹാർട്ട് ബീറ്റ് വന്നില്ല, പക്ഷേ ആളെ നനങ്ങിയതേ ഉള്ളൂ. പിന്നെ വീണ്ടും കാർഡിയാക് മസാജ് ചെയ്തു. അപ്പോഴേക്കും പോലീസൊക്കെ എത്തി. 10 ബീറ്റ് കൊടുത്തപ്പോഴേക്കും എനിക്ക് കയ്യിൽ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി, കഴുത്തിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി, പൾസ് ചെയ്തു. പിന്നെ 10 മിനിറ്റോളം അയാൾ അൺകോൺഷ്യസ് ആയിരുന്നു. പിന്നെ പോലീസ് വന്ന് എല്ലാവരും വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് അറിയാലോ, വണ്ടി ആർക്ക് തട്ടിയതോ എന്ത് തട്ടിയതോ, പേഷ്യൻറ്റ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് അസോസിയേറ്റ് ആളെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എനിക്ക് അവരോട് വന്നപ്പോൾ ചോദിച്ചു, ഈ ഡോക്ടറിന് ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൊടുത്തു. 10 മിനിറ്റ് എടുത്തു, അയാൾ കോൺഷ്യസ് ആയി. അയാൾ അത് കഴിഞ്ഞ് ആംബുലൻസ് എല്ലാം വന്നപ്പോൾ എഡിറ്റ് അയാൾ ചോദിക്കുകയാണ് എനിക്ക് എന്താ പറ്റിയെന്ന്. അയാൾക്ക് അറിയത്തില്ല എന്താ പറ്റിയെന്ന്. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം. എല്ലാ 14-ാം തീയതി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോയാൽ എല്ലാ 14-ാം തീയതി ഓരോ അത്ഭുതമുണ്ട്. ഇന്ന് ഏറ്റവും ലാസ്റ്റ് നടന്നത് ഈ 14-ാം തീയതി. ഒത്തിരി പറയാനുണ്ട്.